സന്തോഷം തന്ന ദൈവമല്ലേ, നിന്റെ സന്താപം കാണാതിരിക്കുമോ? കണ്ണുകൾ തന്ന ദൈവമല്ലേ, നിന്റെ കണ്ണുനീർ കാണാതിരിക്കുമോ? സന്തോഷം തന്ന ദൈവമല്ലേ, നിന്റെ സന്താപം കാണാതിരിക്കുമോ? കണ്ണുകൾ തന്ന ദൈവമല്ലേ, നിന്റെ കണ്ണുനീർ കാണാതിരിക്കുമോ? വൻപ്രയാസങ്ങളെല്ലാം മാറാരോഗങ്ങളെല്ലാം നിന്റെ സ്നേഹത്താതരിന്നെടുത്തു മാറ്റിടും. വിശ്വസിച്ചിടൂ, മാറ്റിടും നിശ്ചയമായി. വിശ്വസിച്ചിടൂ, മാറ്റിടും നിശ്ചയമായി. പ്രൈസ് ഗോഡ്. അതേ പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ അനേക അത്ഭുത പ്രവൃത്തികൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ നമുക്ക് വേണ്ടി ചെയ്ത് നമ്മെ സന്തോഷിപ്പിച്ച ആ രക്ഷയുടെ സന്തോഷം നമുക്ക് നൽകിയ നല്ല കർത്താവ് ഇന്നും നമ്മെ സന്തോഷിപ്പിക്കുവാൻ മതിയായ ദൈവമാണ്. അതെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തിക്കാധാരമായി നെഹെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം നമുക്ക് വായിക്കാം. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഉടനെ വായിക്കുന്നു, ജനമെല്ലാം അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഇംഗ്ലീഷിൽ ദി റിജോയ്സ്ഡ് ഗ്രേറ്റ്ലി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അത് വലിയൊരു സന്തോഷം, അത്യന്തമായി അവർ സന്തോഷിക്കുകയാണ്. എന്നാൽ ഈ ജനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അതേ നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത്യന്തം സന്തോഷിക്കുന്ന ഈ ജനം ഇപ്പോൾ തിന്നുകയും കുടിക്കുകയും പകർച്ച പങ്കിടുകയും കൊടുത്തേക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ജനത്തിൻ്റെ മുൻപിലത്തെ അവസ്ഥ ഇതായിരുന്നു. അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരുന്നു അവർ ജീവിച്ചത്. മാത്രമല്ല, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാതെ സകല പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥയിൽ ഇടിഞ്ഞും തീ വെച്ചും ചുറ്റും കിടക്കുന്ന ഒരു ശൂന്യമായ അനുഭവത്തിലായിരുന്നു ഈ ജനം ആയിരുന്നത്. എന്നാൽ കർത്താവ് അവരുടെ സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയെങ്കിൽ ഇന്ന് ചിലപ്പോൾ വചനം ശ്രദ്ധിക്കുന്ന നമ്മിൽ പലരും മഹാകഷ്ടത്തിലും ഇതുപോലെ അപമാനത്തിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരാണെങ്കിൽ ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അതേ, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവെന്ന് അതേ 8-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, കർത്താവ് നമ്മെ സന്തോഷിപ്പിച്ചത് ഓർത്ത് ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ കർത്താവ് കാണുന്നു. നിശ്ചയമായി ദൈവം നമ്മെ ഇനിയും സന്തോഷിപ്പിക്കും. എന്നാൽ കർത്താവിലൂടെ അവരെ സന്തോഷിപ്പിക്കുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അതെ, 1-ാം അധ്യായം 3-ാം വചനത്തിൽ അവരുടെ അവസ്ഥ നാം വായിച്ചു. എന്നാൽ 4, 5, 6, 7 തുടങ്ങിയ വചനങ്ങൾ നാം വായിക്കുമ്പോൾ നെഹെമ്യാവ് എന്ന ഭക്തൻ അത് കേട്ടിട്ട് താൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, താൻ കരയുന്നു, താൻ ദുഃഖിക്കുന്നു, ഉപവസിക്കുന്നു, താൻ പ്രാർത്ഥിക്കുന്നു. 4-ാം വചനത്തിൽ നാം വ്യക്തമായി വായിക്കുന്നു. അതെ, ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം, കരയാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. മാത്രമല്ല, നെഹെമ്യാവ് പ്രാർത്ഥിച്ച രീതി വ്യത്യസ്തമാണ്. 5-ാം വചനത്തിൽ താൻ ദൈവത്തെ പുകഴ്ത്തി, ആ ദൈവത്തെ ഉയർത്തി,
ആമേ ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ 6-ാം വചനത്തിൽ താൻ ഏറ്റു പറയുന്നു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. അതെ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, എൻ്റെ പിതൃഭവനം ഞങ്ങളെല്ലാവരും വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തോട് തുറന്നു പറഞ്ഞ് അനുതാപത്തോടെ ആമേൻ ഏറ്റുപറച്ചിലോടെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല 2-ാം അധ്യായത്തിൻ്റെ 18-ാം വചനം ഒക്കെ നാം വായിക്കുമ്പോൾ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. 19-20 വചനങ്ങളിൽ, ഈ 19-ാം വചനത്തിൽ അവർക്കെതിരെ എതിർപ്പുകൾ കടന്നു വരുമ്പോൾ 20-ാം വചനത്തിൽ നാം വായിക്കുന്നു, അവർ വിശ്വാസം പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. തുടർന്നുള്ള 3, 4, 5 അധ്യായങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച ജനം ആ ഭാഗത്ത് മുന്നേറുന്നു. എന്നാൽ 6-ാം അധ്യായം അതിൻ്റെ 15-ാം വചനത്തിൽ നാം വായിക്കുന്നു, മതിൽ 52 ദിവസം കൊണ്ട് പണിത് തീർത്തു, ദൈവത്തിൻ്റെ സഹായത്താൽ സകലതും സാധ്യമായി. അങ്ങനെ 8-ാം അധ്യായം 12-ാം വചനത്തിൽ ജനം അധികമായി അത്യന്തമായി സന്തോഷിക്കുവാൻ ഇടവരുന്നു. ഈ നാളുകൾ പ്രിയ ദൈവമക്കളെ, നമുക്കും ദൈവസന്നിധിയിൽ കാത്തിരിക്കാം, ഉപവസിക്കാം, കരയാം. ദൈവസന്നിധിയിൽ നമ്മുടെ ലംഘനങ്ങളെ, പാപങ്ങളെ തുറന്നു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം. നമുക്ക് കരയാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായി കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മെ സന്തോഷിപ്പിക്കും. എന്നാൽ ഇതൊക്കെ താൽക്കാലിക സന്തോഷമാണ്. നിത്യമായ സന്തോഷം, നിത്യമായ ആനന്ദം പ്രാപിക്കുവാൻ ഈ നാളുകൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായി മാത്രമല്ല, ദൈവസ്ഥാനത്തിൽ വിശുദ്ധരായി നമുക്ക് ജീവിക്കാം. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.